ചേലാകർമ്മം അഥവാ സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു സർജറിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. മതപരമായ ചടങ്ങുകൾ കാരണം മെയിൻലി മുസ്ലിംസും അതുപോലെ തന്നെ യഹൂദരും ഇന്ന് ഈ സർക്കംസിഷൻ അല്ലെങ്കിൽ ചേലാകർമ്മം നടത്തി വരുന്നു. അത്തരം ഒരു ആചാരത്തെക്കുറിച്ചോ കുട്ടിക്കാലത്തുണ്ടാവുന്ന ആ സർക്കംസിഷൻ സർജറിയെക്കുറിച്ചോ അല്ല ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അഡൽട്ട് സ്റ്റേജിൽ മെയിൻലി ഫൈമോസിസ് എന്ന് പറഞ്ഞ രോഗം വരിക, അഥവാ മൂത്രതടസ്സം വരിക, അഥവാ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ വരിക, അപ്പോൾ ഈ സർക്കംസിഷൻ എന്ന് പറയുന്ന സർജറി ചെയ്യാറുണ്ട്. ഈ ഒരു കണ്ടീഷനുള്ള സർജറിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മെയിൻലി ഈ സർജറി നടത്തുന്ന ഒരു സെക്സ് ഓർഗനിലായതുകൊണ്ട് അതെങ്ങനെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്നു, അതെങ്ങനെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നു, എങ്ങനെയാണ് ഈ സർജറി നടത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ മെയിൻലി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി സർക്കംസിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മം പൂർണ്ണമായോ ഭാഗികമായോ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മം കട്ട് ചെയ്ത് അതിൽ താഴെയുള്ള ഗ്ലാൻസ്, മെയിൻലി ലിംഗത്തിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയും, ആ പോർഷനിലുള്ള ഗ്ലാൻസുമായിട്ട് ഈ അഗ്രചർമ്മം അറ്റാച്ച്മെൻറ്റ് മാറ്റി റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് പൂർണ്ണമായി ആവാം ഭാഗികമായി ആവാം. ആ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സർക്കംസിഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഈ സർജറിക്ക് 5,000 മുതൽ 50,000 വരെ ഹോസ്പിറ്റൽസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർജറി ഒറ്റ ദിവസത്തെ പ്രോസസ്സാണ്. ഒറ്റ ദിവസത്തെ പ്രോസസ്സ് കഴിഞ്ഞാൽ ഇത് വേദനാരഹിതമായ ഒരു സർജറിയാണ്. ഒറ്റ ദിവസത്തെ പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വാസമൊന്നും ആവശ്യമില്ല. യൂറിൻ പാസ് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ലിംഗ അഗ്രത്തിലൊരു കെട്ട് കാണും, അത് അഴിക്കുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടാവും. അല്ലാതെ കംപ്ലീറ്റ്ലി വേദനാരഹിതമായ ഒരു സർജറിയാണ് സർക്കംസിഷൻ സർജറി. മെയിൻലി ഒരു മാസം മുതൽ 2 മാസത്തേക്ക് സെക്ഷൽ ലൈഫ് ഇതിന് ശേഷം പാടില്ല. കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ മെഡിക്കൽ റിലേറ്റഡ് തിങ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സർക്കംസിഷൻ സർജറി വഴി HIV പ്രതിരോധിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്റ്റഡീസ് പറയുന്നത് HIV പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് ധാരാളം ചെയ്യുന്നത് മൂലം HIV പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ധാരാളം ഇൻഫെക്ഷൻസ് തടയുവാൻ ഈ സർക്കംസിഷൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. അത് ഏകദേശം ശരിയാണെന്ന് നമുക്ക് തോന്നാം. കാരണം നമ്മുടെ അഗ്രചർമ്മത്തിൽ ധാരാളം നമുക്ക് യൂറിൻ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയും. അതുവഴി ധാരാളം ഇൻഫെക്ഷൻസ് കൂടാൻ അതുവഴി കാരണമാകും. ഈ അഗ്രചർമ്മം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ യൂറിൻ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു പ്രവണത നമ്മളിൽ നിന്ന് മാറ്റാൻ അതുമൂലം സാധിക്കും. അതുമൂലം ഇൻഫെക്ഷൻ പൂർണ്ണമായി ഒഴിവാക്കുവാൻ ഇതുവഴി സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഹെൽത്ത് ബെനിഫിറ്റാണ് ക്യാൻസർ. പ്രത്യേകിച്ച് ലിംഗത്തെ ബാധിക്കുന്ന ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സർക്കംസിഷൻ വഴി സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഏകദേശം 30% ലോകത്തിലെ പുരുഷന്മാർ ഈ സർക്കംസിഷൻ ചെയ്തവരാണ്. ഇനിയും സെക്ഷൽ ലൈഫിൽ എങ്ങനെ ഈ സർക്കംസിഷൻ ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻലി സ്റ്റഡീസ് 2 തരം ലോകത്ത് നടന്നിട്ടുണ്ട്. ഒരു തരം പറയുന്നത് ഒരു കാലത്ത് ചില പോപ്പുലേഷനിൽ സെക്ഷൽ എക്സൈറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി സർക്കംസിഷൻ ചെയ്തിരുന്നുവെന്ന്. ചിലരുടെ സ്റ്റഡി പറയുന്നത് സെക്ഷൽ എക്സൈറ്റേഷൻ കൂട്ടാൻ സർക്കംസിഷൻ ചെയ്തിരുന്നുവെന്നാണ്. മെയിൻലി സെക്ഷൽ ലൈഫിൽ യാതൊരുവിധ പ്രശ്നവും സർക്കംസിഷൻ കൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ചില സ്റ്റഡീസ് പറയുന്നത് ഇത് ലിംഗത്തിൻ്റെ ഇറാക്ഷൻ കൂടുതൽ ടൈം നിൽക്കുന്നതിന് സർക്കംസിഷൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മെയിൻലി ഇത് നെർവ് എൻഡിങ്സ് ധാരാളം ഉള്ളതാണ് ഈ അഗ്രചർമ്മം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെക്ഷൽ എക്സൈറ്റേഷൻ കുറയുമെന്ന് ചില സ്റ്റഡീസ് പറയുന്നു. സെക്ഷൽ എക്സൈറ്റേഷൻ അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായതായി എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത് ഈ
ഗ്ലാൻസ് എന്ന് പറയുന്ന അണ്ടർലൈൻ ഇരിക്കുന്ന ടിഷ്യൂ ഹൈലി സ്റ്റിക്കിയാണ്. കാരണം ഈ പറയുന്ന അഗ്രചർമ്മവുമായി സ്റ്റിക്കി ആയിട്ടിരുന്ന സാധനമാണ്. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിൽ ഇത് ഹൈലി സ്റ്റിക്കി ആയി തോന്നാം. എന്ന് പറഞ്ഞാൽ ഈ ടിഷ്യൂ മറ്റൊരു ടിഷ്യൂമായിട്ട് ഒട്ടിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോത്തിൽ ഒട്ടിച്ചേരാൻ പ്രവണത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് സെക്സ് ലൂബ്രിക്കേഷന് കാര്യമായ പ്രശ്നമുണ്ടാക്കുക, അതുവഴി വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉള്ള അഗ്രചർമ്മത്തിൻ്റെ റിമൂവൽ കൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും നിത്യജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. 1-2 മാസത്തിലുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവഴി ഉണ്ടാവുന്നില്ല. ആരോഗ്യപരമായി ധാരാളം ഗുണങ്ങളും സർക്കംസിഷൻ വഴി കിട്ടുന്നുണ്ട്. ഗുണങ്ങളും ദോഷങ്ങളും ഇത് തമ്മിൽ ധാരാളം സയൻറ്റിഫിക്കലി ധാരാളം ക്ലാഷുകളുണ്ട്, എത്തിക്കലി ധാരാളം ക്ലാഷുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനോട് പൂർണ്ണമായി ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും സർക്കംസിഷൻ കൊണ്ട് ശരീരത്തിന് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല എന്ന് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻലി ഞാൻ ഈ വീഡിയോ ഇട്ടത് ധാരാളം പേര് സർക്കംസിഷൻ ചെയ്യുവാൻ പേടിച്ചിരിക്കുന്നവരുണ്ട്. ധാരാളം മിസ്ലീഡിങ് ആയിട്ടുള്ള തിങ്സ് ഇൻ്റർനെറ്റിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത ഒരാളിൽ നിന്ന് വ്യക്തമായ ഒരു അനുഭവമാണ് ഇതിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർജറി ചെയ്യാൻ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾ ഉണ്ടാക്കില്ല. താങ്ക് യു ഫോർ വ്യൂയിങ്. താങ്ക് യു.